ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സാധാരണ മൊത്തം സ്പെഷ്യൽ ഗസ്റ്റാ. ആ ഗതികളിലോട്ട് നമ്മളെ തള്ളി വിടുന്ന മഹാനുഭാവ് ഒന്ന് എഴുന്നള്ളിയത് കൊണ്ട് ഇവനെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് അവതരിപ്പിക്കണം. കാണാനില്ല. ഇവനോട് 11 മണിക്ക് വരാൻ പറഞ്ഞു. 11 മണിക്ക് വന്നു. സാധനം എടുക്ക്. ആദ്യം ആദർശ് ആരും വരെങ്കിലും പോലെ ഇതാണ് എന്റെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് എന്റെ വലത് സൈഡിൽ ഇരിപ്പുണ്ട്. ഒരു രൂപയില്ല. ഇതിന്റെ സ്പെക്ക് പറയാം. അബദ്ധത്തില് വളമൊന്നും ഇടാതെ എങ്ങനെയോ കൊലച്ച് കണ്ടിട്ടുണ്ടാക്കിയത്. ഇനി പ്രോഡക്റ്റ് എടുത്ത് ഇത് കളർഫുൾ ആയിട്ടിരിക്കുന്നത് ഇവനെ കൊണ്ട് ഞാൻ എടുക്കൂല. അതിനകത്ത് നിനക്ക് എടുത്താല് നിനക്ക് എടുത്താലല്ല. ഇതാണ് എന്റെ പ്രൊഡക്റ്റ്. സോണിയുടെ ഹാൻഡിക്യാപ്പ്. സോണി DCR SX40 60x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. 2000x ഡിജിറ്റൽ സൂം ഉണ്ട്. പറഞ്ഞു നിങ്ങളെ ഒരു അപൂർവമായ ജീവിയെ കാണിക്കാം. ദിസ് ഈസ് അപൂർവമായ എന്നെയാണ് കാണിച്ചത്. ഇനി ഇത് ടച്ച് ആണ്. ടച്ചൊക്കെ ഉണ്ട് ഇതില്. ഇത് ഏത് വർഷം ഇറങ്ങിയതാ? 2006. ഇതിന്റെ വില എത്രയായിരുന്നു? അന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറ ആയിരുന്നു. ഇതിന്റെ ക്വാളിറ്റി എത്ര? വീഡിയോ ഔട്ട്പുട്ട് 720p ഇല്ല 480. ഇത് ഇന്റർണൽ മെമ്മറി ഉണ്ട്. 4 മണിക്കൂർ ഇന്റർണൽ 4 മണിക്കൂർ നമുക്ക് റെക്കോർഡിംഗ്. അത് മാത്രമല്ല CD. സോറി 4 GB ഇന്റർണൽ മെമ്മറി ഉണ്ട്. സോറി S24 S24 ആയിട്ട് കമ്പയർ ചെയ്യാം. വേറെ കാര്യമുണ്ട്. എന്നാ ഇയാൾ എന്തായി കാണിക്കുമ്പോ സോറി ഇതെന്റെ കൂട്ടുകാരൻ തന്നാ. ശ്രീശങ്കരോ എല്ലാരും ഷൗട്ട് ഔട്ട്. അത് സൂം ചെയ്യും. ഏത്? ഇത് 20x ആവുള്ളൂ. ഇത് എവിടെയാ സൂം ചെയ്യുന്നത്? ഇത് പഠിക്കണല്ലോ. അത് പക്ഷേ സ്റ്റെബിലൈസേഷൻ ഇല്ല. നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ടാണ്. അതാ ഇതിന്റെ പ്രശ്നം. എത്ര വർഷം പഴക്കം ഉള്ള സാധനമല്ല. ലെജൻഡറി സാധനത്തിന് അപമാനിക്കാൻ ശ്രമിക്കുന്നു. സാധനത്തിനൊരു പ്രോഡക്റ്റ് എടുക്കും. കൊടും വേനലിൽ ഉപയോഗിക്കേണ്ട ഒരു സാധനമായിരുന്നു. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് എടുത്തോ. ഞാൻ കാണിക്കും. കാരണം ഇതിങ്ങനെയല്ല പൊട്ടിക്കണ്ടേ. സാരി സാറേ ഇതിന്റെ സെക്കല്ല സാറേ. പിണങ്ങിയോ? അപ്പോഴേക്കും പിണങ്ങി. ഇനി പ്രോഡക്റ്റിനെ കുറിച്ച് പറ. ഈ വേനൊക്കെ നമ്മൾ വണ്ടി കൊണ്ട് പബ്ലിക് ആയിട്ട് പാർക്ക് ചെയ്യാൻ നേരം നമുക്ക് പബ്ലിക് അല്ല പ്രൈവറ്റ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പബ്ലിക്, അതായത് ഷെയ്ഡ് ഇല്ലാത്തടത്ത് ഭയങ്കര വെയിൽ കൂടിയിരിക്കുന്ന 36 ഡിഗ്രി വരെ വന്നു. 40 ഡിഗ്രി അത്രയും എക്സ്ട്രീം ആയിട്ട് പോകുന്ന സമയത്ത് ഓരോ കാരണം അതിന്റേതായ അളവിലുണ്ട്. ഇതൊക്കെ ഞാൻ എന്റെ സാൻഡ്രയ്ക്ക് വേണ്ടി പിടിച്ചതാണ്. കാരണം അകത്തെ ചൂട് കുറയും. നമ്മൾ തിരിച്ചു കയറാൻ നേരം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വന്ന് വണ്ടിയിലോട്ട് ഇങ്ങനെ ഇതൊക്കെയുള്ള അവസ്ഥ. ആ അവസ്ഥ എന്നൊക്കെ ഒരു മോചനം. ഇത് ഒട്ടിക്കാനൊന്നുമില്ല. ഇതിനകത്ത് മറ്റേ ഗ്ലാസ് ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇല്ലേ? ഇത് മറ്റേ സാധനമില്ലേ നമ്മുടെ ഏതാ ഷാഷേഡില്ലേ? അതിലോട്ട് ഉടക്കിയിട്ട് കയറ്റിട്ടാ ഡയറക്റ്റ് അവിടെ ഇരുന്നു. അല്ല ഇവിടെ മറ്റേ വള്ളി എന്തി നീ ഇപ്പൊ വലിച്ചു പിടിച്ച് കളഞ്ഞാണ്. ഒന്നും പറയണ്ട. ഉപകാരമുള്ള സാധനം എനിക്കറിയില്ല. എനിക്ക് ആരോഗ്യമില്ല. നീ ആ 2 സൈഡിൽ വള്ളി ഉണ്ടോ നോക്കാനാണ് ഞങ്ങളോട് പറയുന്നതിനാ ഉപയോഗിച്ചു നോക്കാതെ. ഞാൻ ഉപയോഗിച്ചാ എവിടെ ഉപയോഗിച്ചു? അല്ലല്ല അത് വേറെ ഉണ്ടോ മണ്ട അവിടെ അടിച്ചോ കാണിച്ചിട്ട് ഇത്ര ക്രൂരത സഹിക്കുന്ന ആദർശമായോണ്ട് ഞാൻ ഇതാണ് ഗോൾഡൻ പേന. പക്ഷെ ഇത് കണ്ട എന്തോ ഒരു പ്രത്യേകത തോന്നില്ല. വെറും പേന മാത്രമല്ല ഇത് ഫിഡ്ജറ്റ് സ്പിന്നറാ. ഇനി അത് മാത്രമല്ല ഒരു ഫീച്ചർ കൂടെ ഒളിച്ചിരിപ്പുണ്ട്. ഇതേ ഞെക്കി കഴിഞ്ഞാൽ ടോർച്ച് പണ്ട് വേനലുണ്ടായിരുന്നു ക്യാമ്പിന്റെ അവിടെ. ഇനി അത് കറക്കിയാൽ പണ്ട് വേനടാ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയാ. ലൈറ്റ് ഇട്ടിട്ട് ലുക്കല്ലേ അടിപൊളി സാധനം. വെള്ളം വെച്ച് കിടക്കാൻ പറ്റത്തില്ല. മറ്റേ വിഡ്ജറ്റ് ഇങ്ങനെ ബാലൻസ് ആയിട്ടിരിക്കത്തില്ലേ? കയ്യെ കൊള്ളുന്നുണ്ടല്ലേ? അല്ല ഇങ്ങനെ അതിനൊരു ചെയ്യണം. ബുദ്ധി വേണം. ഒന്നുകൂടെ പഠിക്കണം. കൈ എടുക്ക എന്നിട്ട് അവിടെ ഇരിക്കുമോ നോക്കട്ടെ.
ആ പമ്പരം പോലെ ഉപയോഗിക്കാം. പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ അങ്ങനെ അജിത്ത് ആദ്യമായിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് കിട്ടും. നല്ലയാ. എറിഞ്ഞു പ്രോഡക്റ്റ് എടുക്കാൻ പോവാ. ഇന്നത്തെ എന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു 2 പ്രൊഡക്റ്റ്. പ്ലാസ്റ്റിക് കവറാ? സോപ്പ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രെയിൻ അവിടെയൊക്കെ ചെല്ലില്ല. നമ്മൾ ബാത്റൂം യൂസ് ചെയ്യല്ലോ ചിലപ്പോൾ. അപ്പൊ ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുളിക്കാൻ കയറുമെന്ന് വെച്ചോ. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ അയൊന്നും കാണത്തില്ല തോർത്തൊക്കെ ഇടാനായിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇത് പീൽ ചെയ്യുക. പീൽ ചെയ്ത് ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞു. അത് കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി ഡിലേ 5 മിനിറ്റ്. ടവലുണ്ടോ? എന്റെ ടവലൊന്നുമില്ല, വേണം കൊണ്ടുവരണ. ഇതിന് ഇതുപോലെ ഒട്ടിക്കുന്ന സാധനം നല്ല ഹുക്ക് ഉണ്ടല്ലോ. കുളിക്കാൻ നേരത്ത് പാല് വരികയുണ്ടേ. പാലൊന്നും അല്ലടാ കണ്ട എന്നത് അടുത്ത കാര്യം അബൂസിലായിരിക്കും. അല്ല ഇത് കിടക്കുന്നു. അതങ്ങനെ കുളിക്കാനുള്ള നിങ്ങൾ പറഞ്ഞ ട്രെയിൻ എന്നല്ലേ? ഞാൻ അടുത്ത എപ്പിസോഡ് ഞാൻ കാണിക്കാം. നല്ല ഹുക്ക് മൾട്ടിപർപ്പസ് സാധനം. എന്നത് ചായ അടിക്കാൻ പറ്റും. സമാധാനം. ഇത് ചുമനം കാണിച്ചേ മിസ്റ്ററി ബോക്സ് എടുക്ക്. എന്നതായിരുന്നു ഞാൻ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നപ്പോ ടാസ്ക് വേണ്ട. ട്രൈ ഫുഡ് കോമ്പിനേഷൻസ്. എന്നെ എനിക്ക് ചിക്കൻ ബിരിയാണി നല്ല സാധനം കഴിക്കാം. വീണ്ടും നടത്താൻ അറിയത്തില്ല. കഴിക്കാം ഞാൻ. അത് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ എല്ലാത്തിനും പാവയ്ക്ക വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരെണ്ണം സാമ്പാർ, ഒരെണ്ണം സോസ്. വിശാഖിന്റെ കണ്ണ് കെട്ടിയാ നമ്മൾ ഇങ്ങോട്ട് കയറ്റാൻ പോകുന്നത്. എന്നിട്ട് ഇതെല്ലാം തീറ്റിക്കും. എന്നാ പിന്നെ വിശാഖിനെ കണ്ണ് കെട്ടിയിട്ടേ കേട്ടതുള്ളൂ. എന്നാ തിന്നുന്നത് കാണിക്കത്തില്ല. അതിന് വേണ്ടിയാ. അതൊക്കെ ഞാൻ പിടിച്ചോളാം. നീ അവിടെ എന്താ എടുത്തിട്ട് പോണം കേട്ടോ. ഫുഡൊക്കെ എവിടെയാടാ? എവിടെ ഉണ്ട്? ഇരുന്നോ? ഇങ്ങോട്ട് ഇരുന്ന് ഞാനൊന്ന് കണ്ടു തുറന്നോട്ടെ. നീക്ക് തുറക്കല്ലേ? ഇവിടെ ഒരു പ്ലേറ്റ് ഇരിപ്പുണ്ട്. ഇത് ഇവിടെ വേറെ കുറച്ച് സാധനങ്ങൾ ഈ മേശയിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് ഡിപ്പ് ചെയ്ത് വേണം തിന്നാൻ. ചാണകം വല്ലതും ഉണ്ടോ? ഇല്ല അതില്ല. ആദ്യത്തെ ഓറിയോ ഞാൻ എടുത്ത് കയ്യിലോട്ട് തരാം. നീ പിടിച്ചു. തിന്നെ എന്നാ തിന്നെ ടാസ്ക് ഇൻകംപ്ലീറ്റ് ആവും. പിന്നെ തേങ്ങയാണോ പട്ടി? ഓറിയോ ബിസ്ക്കറ്റാ. അതിന്റെ അകത്ത് എടുക്കരുത്. തിന്നെ പാറ്റ് വല്ലാണോ? അല്ല വെള്ളമുണ്ടോ? വേണം. വെള്ളം ഇല്ല. വെള്ളം എനിക്ക് തരാം. മണത്ത് വീട് പിടിക്കാനുള്ള ജ്യൂസാ. ഇത് ഹാർപ്പിക്ക്. വെള്ളം വേണമെങ്കിൽ അത് വെള്ളം. അത് കുടിച്ചോ. അത് ഞാൻ തൊട്ട് നോക്കി മനസ്സിലാകാനായിട്ട് മനസ്സിലാകും. വെള്ളാടാ കുടിച്ചോ. എനിക്ക് നിന്റെ തൊട്ടും വിശ്വാസമില്ല. പിന്നെ അടുത്ത എടുക്കാം നമുക്ക്. അവിടെ ഇത് ഇത്ര ഓറിയോ ബിസ്ക്കറ്റ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചാ എന്നാ അതെടുക്കണ്ട. നീ നീ തുപ്പി വെച്ചേക്കുവാന്ന് തോന്നുന്നു. ഇതാണ് ഇവൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മുക്കിക്കോ. ആ മുക്ക് മുക്ക്. ആ മുക്കി. പട്ടികളെ ഇച്ചിരി വെള്ളം കുടിച്ചു. ഇച്ചിരി കുടിക്കാവുള്ളേ. ഇനി ഒരുപാട് സാധനമുണ്ട്. നിന്റെ വേറൊരു സാധനം പിടിച്ചോ. നമുക്ക് ഡങ്ക് ചെയ്യാം. ഇച്ചിരി താത്തി പിടിച്ചാൽ ഞാൻ ആദ്യം കൈ മുക്കി. നീ കൈ എന്തിനാ മുക്കുന്നേ? ഞാൻ മുക്കി തരാം. നീ അവിടെ ഇരുന്നേ. ഒന്നേ ഞാൻ വായ ഓ പഴങ്കഞ്ഞിയോടെ പട്ടി. പഴങ്കഞ്ഞി പഴങ്കഞ്ഞൊന്നുമല്ല. എടാ എനിക്ക് നാളെ തോറ്റായിരിക്കും. ഞാൻ നിന്നോട് ഞാൻ കാരണം കാണിച്ചു. നിനക്ക് ആദ്യം നിന്ന് ബിസ്ക്കറ്റ് മാറ്റിട്ട് ഞാൻ പുതിയ ബിസ്ക്കറ്റ് എടുത്തു. എന്നിട്ട് അത് വെച്ചെടുത്ത് തിരിച്ച് കഴുകി. നമുക്ക് കിടില സാധനം കൊടുക്കാം. ഞാൻ പറയട്ടെ ഇനി എത്ര എണ്ണം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാനാ തീരുമാനിക്കുന്നത് എത്ര എണ്ണം ഉണ്ട്. എന്നാലും എത്ര എണ്ണം കൂടി ഉണ്ടെന്ന് ഞാൻ പുതിയൊരു സാധനം ഉണ്ടാക്കി തരാം. എടാ എനിക്ക് നല്ലതൊന്നും കഴിക്കാനില്ലടാ. ഒരു ഐസ്ക്രീമിന്റെ ഒരു കപ്പ് പോലും ഇല്ലടാ. തുറന്നേ. തുറക്കേ. തുറന്നു. ഈ വെള്ളം നിറച്ച് തന്നാ തരാം. അടാ വെള്ളം നിറച്ചു കൊടുത്താ. ഐസ്ക്രീമും കൂടെ എടുത്തു. ഏത് ഐസ്ക്രീം? ഐസ്ക്രീം ഒന്നും ഇല്ല. പിന്നെ എനിക്ക് പിന്നെ എന്നെ എടുക്കും. ഇത് ഒരുപാട് സാധനം എനിക്ക് ഊഹിക്കാൻ പറ്റുന്നു. എന്നാ നിനക്ക് വേറെ സാധനം. എന്റെ പൊന്നി ഷോണെ നീ എന്നെ പറയുന്നത്. ഇനി നീ പറഞ്ഞ സ്ഥിതിക്ക് എരിവില്ലാത്തൊരു സാധനം തരാം. മുളക് മുക്കിയ സാമ്പാറ്. വീട്ടിൽ അടുക്കളയിലൊക്കെ ഉപയോഗിക്കും.
വെള്ളം താടാ. തന്നെ വൃത്തിയിട്ട സാധനമാണ്. നീ തിന്നുന്ന ഇത് വീട്ടിൽ തന്നെ വന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. ഒറ്റൊന്നും അല്ലല്ലോ. ഒച്ചൊന്നുമല്ല. എന്റെ കൈപ്പാ ഇത് മറ്റേ സാധനമല്ലേ? പേര് പറഞ്ഞ ഒരെണ്ണം കൂടെ തരത്തുള്ളൂ. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ഇതിന്റെ പേരറിയത്തില്ല. കഴിച്ചപ്പോ മനസ്സിലായില്ല. കളർ വേണം പച്ച. എന്നാ ഒരെണ്ണം കൂടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാവേ. ഇത് തിന്നാ എല്ലാം സെറ്റ് ആവും. വല്ല പശവല്ലാണോ? അല്ല നീ കുട്ടുകുട്ടിയെ മറ്റേ ജോളത്തിൽ പോയി കുട്ടുകുട്ടി തിന്നടാ അത്. അന്ന് ഒരെണ്ണം കൊണ്ടുകൂടെ തരാം. പട്ടി നീ എന്നതാ പട്ടി? ഇതിന്റെ പേരെന്നാ? ഇത് മറ്റേ ക്യാബേജോ? അല്ല ക്യാബേജ് അല്ല, മറ്റേ കണ്ട് ചേച്ചു. നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ഒരു മാക് മിനി എടുത്തായിരുന്നു നമ്മുടെ OTയുടെ എപ്പിസോഡ്സ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട്. പനമ്പള്ളി നഗറുള്ള IT നെറ്റ് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പൊ നമുക്ക് ഫൈസൽ ചേട്ടൻ അന്ന് തന്നാണ് കേട്ടോ നമ്മുടെ വ്യൂവേഴ്സിന് ഗിവ് അവേ ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പം നമ്മുടെ കയ്യിൽ 7 ബൾബുകൾ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതും കൂടെ ഇത് വിഷായന്റെ അടുത്ത് നിന്ന് മാറ്റി വെച്ചാൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവൻ അത് തകർക്കും. അപ്പൊ ഈ പ്രോഡക്റ്റ് വിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. അതെ. ഈ വീഡിയോയുടെ താഴെ നല്ല നല്ല ടാസ്കുകൾ റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ അതിലെ 7 മികച്ച ടാസ്കുകൾക്ക് നമ്മളിത് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ വിൻ ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ കമന്റ് വരുന്നതായിരിക്കും. അപ്പൊ അതിന്റെ താഴെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്താൽ മതിയാവും. ബാക്കി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. നീ നോക്കി പഴയ പുളിമുട്ടയുടെ ടേസ്റ്റ് ഞാൻ തിന്നു. 2 3 പുളിമുട്ടായി. ഓറിയോടെ ക്രീം കിട്ടിയടാ. കുഴപ്പമൊന്നുമില്ലല്ലേ? എന്നാലും അവിടെ നാളെ നീ കുടിക്കാൻ തന്നല്ലേ? നിനക്ക് ഇതിനുള്ള പണി ഞാൻ തരാം.